നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തെ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള പെർഫെക്ഷനെ മാനിഫെസ്റ്റ് ചെയ്യലാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഉണ്ട്, ആ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ ആക്ച്വലൈസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാനെന്നുള്ള ഭാവം ക്രിയേഷനിൽ അകപ്പെട്ടു പോകുന്നു. അപ്പോൾ പ്രായം ചെല്ലുന്നവരും കൂടുതൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിയേഷനിൽ കണക്റ്റഡ് ആവുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകം വിടുമ്പോഴേക്കും വളരെയധികം സ്ട്രെസ്ഡ് ആവുന്നു, ടെൻഷനാവുന്നു. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, വളരെ ദുഃഖത്തോടെ വിഷമത്തോടെ കൂടിയാണ് പലരും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. ആ ലക്ഷ്യത്തിൽ സെൻറ്റേർഡായിട്ട് നമ്മൾ ജീവിക്കണം. ഇപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള സമ്പ്രദായങ്ങളിൽ പുറമേ നിന്നും ഡിസിപ്ലിൻ കൊണ്ടുവന്ന് ഉള്ളിൽ നമ്മൾ ബെറ്റർ ആവുക എന്നുള്ള ഒരു മെത്തേഡാണ് പഠിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്താണ് ഈ നന്നാവുക എന്നുള്ളതിന് നമുക്ക് ശരിയായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം ഇതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ തരുന്നു. ബി മാസ്റ്റേഴ്സ് ഓഫ് യുവർ ലൈഫ്. ഓ മാസ്റ്റർ, ദൗ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് സഹജമാർഗ പ്രാർത്ഥനയിൽ പറയുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക്, സ്നേഹം അഹംബോധം ഇടപെടാതെ പ്യുവറായിട്ട് നമ്മുടെ ഉള്ളിലൂടെ പ്രവഹിക്കുന്ന തലത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്. അതാണ് ഫൈനൽ വേർഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ
നമ്മൾ കൂടുതൽ കൂടുതൽ മെച്യൂറാകുമ്പോൾ പല പ്രവൃത്തികളും ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ അതിൽ ഇടപെടണം എന്നുള്ളതാണ് നമ്മുടെ യോഗ സമ്പ്രദായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സാധന ചതുഷ്ടയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സാധന ചതുഷ്ടയത്തിൽ ആദ്യം വിവേകം, വൈരാഗ്യം, അതിനുശേഷം ഷഡ് സമ്പത്തികളെ പറ്റി നമ്മൾ പറയുകയാണ്. ഷഡ് സമ്പത്തികളിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ശമം, അതാണ് അഷ്ടാംഗ യോഗ പദ്ധതിയിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അഷ്ടാംഗ യോഗ പദ്ധതിയിൽ ശമം, അതിൽ തുടക്കം യമം ആണ്. അപ്പോൾ ആ യമത്തിൽ നമ്മൾ അഹിംസ, സത്യം എന്നുള്ള ഈ ഘടകങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയൊരു ഘടകമുള്ളത് ആസ്തേയം ആണ്. ആസ്തേയം, നോൺ സ്റ്റീലിംഗ്, കക്കാതിരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും, മറ്റുള്ളവരെ മുതൽ ഉപയോഗിക്കാണ്ട് ഞാൻ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഒരു സാധാരണ അർത്ഥം. ഒരാൾ വേറെ ആളുടെ മുതലിനെ കക്കുമ്പോൾ അതിനെ കള്ളൻ എന്ന് വിളിക്കുന്നു. പക്ഷേ അതൊരു വളരെ സാധാരണ ഡെഫിനിഷനാണ്. അതിനേക്കാളും ഉയർന്ന ഡെഫിനിഷൻ എന്തായിരിക്കും? നമ്മൾ പല കാര്യങ്ങളും ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഇവിടെ കൊണ്ടുവന്നതല്ല. ഞാൻ ഉടുക്കുന്ന തുണി ഞാൻ നെയ്തതല്ല, ഞാൻ കുടിക്കുന്ന വെള്ളം ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയതല്ല. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം തന്നെ ഞാൻ നിർമ്മിച്ചതല്ല, ഇതെല്ലാം നൽകപ്പെട്ടതാണ്. ഈ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഊർജവും എല്ലാം എടുത്തിട്ട് സെൽസ് ഡിവൈഡ് ചെയ്യുന്നു, ശരീരം വളരുന്നു, പ്രോഗ്രസ് ചെയ്യുന്നു, നമ്മുടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി തരുന്നു. അപ്പോൾ അത് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ തിരിച്ചൊന്നും നൽകാതെ പോകുമ്പോൾ അതിനെ സ്റ്റീലിംഗ് എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് അധികാരപ്പെടാത്ത സൂക്ഷിച്ചു വയ്ക്കുക, അതാണ് സ്റ്റീലിങ്ങിൻ്റെ ഹയർ ഡെഫിനിഷൻ. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഓൺലി സിൻ എന്ന് സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ട് ബാബുജി മഹാരാജ് പറഞ്ഞിട്ട്, നമുക്ക് ലഭിച്ചത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി സ്മരിച്ചിട്ട് അത് തിരിച്ചു നൽകുക. എങ്ങനെയാണ് നമ്മൾ തിരിച്ചു നൽകുക? നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്ത ആൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുമാതിരി ചിലപ്പോൾ തിരിച്ചു ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ല. നമ്മുടെ കുടുംബം, നമ്മുടെ പരമ്പര നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു തന്നിട്ടുണ്ട്. നമുക്കൊരു മനുഷ്യ ശരീരം എടുക്കാനുള്ള അവസരം തന്നു, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, ഒരു ഫാമിലി തന്നു, നമ്മളെ വളർന്നു വരുന്ന കാലത്ത് നമ്മളെ നോക്കി വളർത്തി, വിദ്യാഭ്യാസം തന്നു, എത്ര കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും നമുക്ക് തിരിച്ചു നൽകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക? ഒരു സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ എല്ലാം നൽകുന്ന അദ്ദേഹത്തോട്, കാരണം എല്ലാം അവിടെ നിന്നാണ് വരുന്നത്, ആ സോഴ്സ് നിന്നാണ് വരുന്നത്, അദ്ദേഹത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. പക്ഷെ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ ട്രാൻസ്ഫോർമേഷൻ വരേണ്ടതാണ്. എന്താണത്? ഞാനും അത് കണ്ടിന്യൂ ചെയ്യും എന്നാണ്. എനിക്ക് നൽകിയ പോലെ ഞാനും തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള നന്മകളെല്ലാം ഞാൻ ഈ ലോകത്തിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ ജീവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ഇങ്ങനെ ഏതൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, മനസ്സ് സൃഷ്ടിക്കുന്ന സംസ്കാരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഇനി കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക. എൻ്റെ അച്ഛൻ്റെ ഒരു അമ്മാവൻ്റെ, വല്യമ്മാവൻ വിളിക്കും. അപ്പോൾ വല്യമ്മാവൻ ഒരിക്കൽ എൻ്റെ അങ്കിളിനോട് ചോദിച്ചു, പരീക്ഷ എഴുതാൻ പോകണം. അപ്പോൾ ചോദിച്ചു, ഹിസ്റ്ററി എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഹിസ്റ്ററി പഠിക്കുന്നതില്ല, പരീക്ഷ എഴുതുക, പാസ്സാവുക. അപ്പോൾ അങ്കിൾ പറഞ്ഞു, അതല്ല, മുമ്പേയുള്ള ആൾക്കാർ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ തുടരുക, കൂടുതലും നന്നാക്കാൻ ശ്രമിക്കുക, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. മുമ്പേയുള്ള ആൾക്കാർ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അത് ആവർത്തിക്കാണ്ട് നമ്മളത് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇനി അത് ചെയ്യാണ്ടിരിക്കുക. ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് കൂടുതൽ നന്നാക്കി നൽകിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂട്ടി വയ്ക്കുമ്പോൾ
പഴയ ചിന്തകളെ കൂട്ടിവെക്കും, പാസ്റ്റിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോട്ട്സിനെ സ്റ്റീൽ ചെയ്യുക എന്ന് പറയും. നമ്മൾ പ്ലേഗിയാരിസം എന്ന് കേട്ടിട്ടുണ്ട്. വേറൊരാളുടെ ഐഡിയ എടുത്തിട്ട് കഥ എഴുതുക, വേറൊരാളുടെ ഐഡിയ എടുത്ത് പ്രഭാഷണം നടത്തുക, എന്നിട്ട് സ്വന്തം പേരെടുക്കുക, എന്നിട്ട് പ്രൈസ് മേടിക്കുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു കളവാണ്. അതും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് പറയണം. ഇത് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്, ഞാൻ അറിഞ്ഞതാണ്, ഞാൻ കേട്ട് പഠിച്ചതാണ്. എനിക്ക് ലോകത്തിലേക്ക് നൽകാനുള്ളത് എന്താണ്? എൻ്റെ ക്യാരക്ടർ മാത്രമാണ്, എൻ്റെ പ്യൂരിഫൈഡ് ആയിട്ട് എക്സിസ്റ്റൻസ് മാത്രമാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വരുന്ന പാസ്റ്റിൽ നിന്നും വരുന്നുള്ള അറിവുകളിൽ നിന്നും ഉൾക്കൊണ്ടിട്ട് നമ്മുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്തിട്ട് കൂടുതൽ 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 നല്ല ഒരു വ്യക്തിത്വമായി മാറിക്കൊണ്ടേയിരിക്കുക. ഇതാണ് നമുക്ക് ലോകത്തിനും പ്രപഞ്ചത്തിനും നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രസൻറ്റ്. ആ പ്രസൻസിന്, എല്ലായിടത്തും പ്രസൻറ്റായിട്ടുള്ള ആ പ്രസൻസ്, ഈശ്വരൻ എന്ന് വിളിക്കുന്ന പ്രസൻസിന് എപ്പോഴും എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുക. ഇതാണ് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരേ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് അസ്തേയം, നോൺ സ്റ്റീലിംഗ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനെ നാരോ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ ഉയർന്നിട്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും അദ്ദേഹത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം തരുന്ന ആ പ്യൂറായിട്ടുള്ള ഫ്ലോവിനെ ഞാൻ എൻ്റെ സെൽഫിഷ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടിവെക്കില്ല. അത് അദ്ദേഹത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്റ്റീലിംഗ് ചെയ്യാത്തൊരു വ്യക്തി, കളവൽ ചെയ്യാത്തൊരാളായി മാറും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തേനൻ എന്താണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ യജ്ഞഭാവത്തോടെ അല്ലാതെ പ്രവർത്തിക്കുമ്പോൾ, സാക്രിഫൈസ് ഭാവത്തോടെ അല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് ഈ ഒഴുകി വരുന്ന ഫ്ലോ, യൂണിവേഴ്സിൻ്റെ ഫ്ലോ, നമ്മൾ ദേവീ ദേവന്മാർ എന്നൊക്കെ പറയും, ഫങ്ഷണറീസ് ഓഫ് നേച്ചർ, എത്രയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോകത്തിന് പ്രപഞ്ചത്തെ നയിക്കുന്നു. അത് നമ്മൾ ത്യാഗബോധത്തോടെ അല്ല ചെയ്യുന്നത്, സെൽഫിഷ്നെസ്സോട് കൂടിയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കള്ളന്മാരാണ്. കാരണം അത് ആ ഇൻറ്റൻഡഡ് പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ബ്രോഡ് ഡെഫിനിഷൻ നമ്മുടെ ഉള്ളിൽ വേണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ പ്രാണാഹുതി, ഗുരുനാഥൻ തരുന്ന പ്രാണാഹുതിനെ യഥാർത്ഥ പർപ്പസിന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതെല്ലാം ശരിക്കും പ്രാക്ടീസിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരെയും സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.